ഹലോ, ഇന്നൊരു വെറൈറ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മത്തങ്ങ പായസം തയ്യാറാക്കാം. എത്ര കഴിച്ചാലും മതിയാവില്ല, അത്ര ടേസ്റ്റുള്ള ഒരു പായസമാണ്. നല്ലൊരു കഷ്ണം മത്തങ്ങ ഉണ്ട്, അത് അരിഞ്ഞെടുത്ത് 1/4 കപ്പ് വെള്ളം ചേർത്ത് നല്ല ഫൈനായി അരച്ചെടുക്കണം. കുറച്ച് വെള്ളത്തിൽ 1/4 കപ്പ് ചൗവരി വേവിച്ചെടുക്കണം. ഒരുണ്ട ശർക്കര പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിക്കാം. ഏലക്ക പൊടിച്ചതും ചുക്ക് ചതച്ചത്, ഒരു ഞുള്ള് ഉപ്പ് ഇത്രയും ചേർത്ത് തിളപ്പിക്കണം. ഈ സമയം ചൗവരി ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്ത അടുപ്പിലിരിക്കുന്ന ശർക്കര ഒന്ന് ഇളക്കി ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. തണുത്തതിന് ശേഷം അരിച്ചെടുക്കണം. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് അരച്ച മത്തങ്ങ ഇട്ട് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ ഇളക്കി നെയ്യും മത്തങ്ങയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം. കൂടെ ഇതിലേക്ക് വേവിച്ച ചൗവരി ചേർക്കാട്ടോ. ഇനി രണ്ടും കൂടി ഒന്ന് മിക്സ് ആവട്ടെ. മത്തങ്ങയുടെ ആ ഒരു കുത്തലൊക്കെ മാറി വന്നിട്ടുണ്ട്. കൂടെ ശർക്കരപ്പാനി ചേർത്തിളക്കാം. കുറച്ച് സമയം ഒന്ന് യോജിച്ച് ഇളക്കിയെടുക്കണം. കുറുകി വന്നിട്ടുണ്ട്, ചൗവരിയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി 1 കപ്പ് നല്ല കട്ട തേങ്ങാപ്പാൽ ചേർക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കരുത്, തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല കുറിയ മത്തങ്ങ പായസം റെഡി ആയിട്ടുണ്ട്. കൂടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് പീസ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് കൊണ്ട് കൂടെ മുന്തിരിയും അണ്ടിപ്പരിപ്പ് ഒന്ന് കടിക്കാൻ കിട്ടുമല്ലോ, അതാണ് ചെറുതാക്കി അരിഞ്ഞെടുത്തത് കുറച്ച് പീസ്.
രണ്ടും കൂടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പായസത്തിൽ ചേർത്ത് താളിക്കാം. എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റിയായ മത്തങ്ങ പായസം റെഡിയായി. ഇത് മത്തങ്ങ പായസം ആണെന്ന് പറയത്തില്ല, അത്ര ടേസ്റ്റ് കൊണ്ടേയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.